പക്ഷെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICCക്ക് ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ ഒരു വലിയ സ്വപ്നമോ ഒരു വലിയ ഇതൊന്നുമല്ല പിന്നെ KPCC പ്രസിഡന്റ്, ഈവൻ മുഖ്യമന്ത്രി പോലുമല്ല. ഞാൻ അതിനൊന്നും ക്ഷണിക്കാൻ പോകുന്നുമില്ല. എൻ്റെ രാഷ്ട്രീയം CPMനെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. 6 വയസ്സ് മുതൽ 6, 7, 8 വയസ്സ് മുതൽ ഞാൻ CPMനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഫൈറ്റ് ഇപ്പോഴും തുടരും. ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിലെത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ്, പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം. എൻ്റെ ലക്ഷ്യം, എൻ്റെ ടാർഗറ്റ് അതാണ്. അതിനപ്പുറത്ത് എനിക്കൊരു ടാർഗറ്റ് ഒന്നുമില്ല. ഒരു വാക്കേറ്റവും നടന്നിട്ടില്ല. ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾപ്പിച്ചാൽ നിങ്ങളെ പണിയെടുക്കാൻ അത് വാക്കാ. ഒരു കാര്യം ചോദിച്ചാൽ അതിനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് തെറ്റ്. ഒറ്റക്ക് തീരുമാനിക്കാൻ പറ്റില്ല അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ? അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. മാനമായ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ അനിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അതിനകത്ത് വലിയ പാളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ല, ആ മീറ്റിംഗിൽ ഇരുന്ന് ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടോ? അതിൻ്റെ അകത്ത് അങ്ങനെ എണ്ണിയിട്ടില്ല. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ റിസൾട്ട് വെച്ചുകൊണ്ടും പാർട്ടി സംഘടനയുടെ ശക്തിയും കരുത്തും വെച്ചുകൊണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയാണ്. അത് വരുന്നേ ഉള്ളൂ. ഒരു വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് ഇറ്റ് വിൽ കം ഔട്ട്. സ്ഥാനാർത്ഥികളെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റി ചർച്ച ചെയ്യും. നിങ്ങൾക്കറിയാലോ കോൺഗ്രസിൻ്റെ സംവിധാനം. നമ്മളിങ്ങനെ ഒറ്റക്കൊറ്റക്ക് KPCC പ്രസിഡന്റാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക? അല്ലല്ലോ, ഒരു ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയെ നിശ്ചയിക്കുക സ്ഥാനാർത്ഥിയെ. ഒരു താല്പര്യവുമില്ല അതിന്. എനിക്ക് ആവശ്യമില്ല. അതിൻ്റെ പുറകെ ഞാനില്ല. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ KPCC പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതി. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. KPCC പ്രസിഡന്റായിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല. ഞാൻ ജനമനസ്സിലുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ മുമ്പിൽ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവർ വന്ന് തെളിയിക്കണം. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? അപ്പം അതൊന്ന് പത്രത്തിൽ എഴുതിയാട്ടെ. ഏത് സംയുക്ത വാർത്ത? അല്ല, അതിനിപ്പം ഈ ഇദ്ദേഹം പുറത്ത് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം വടക്കേരിക്കേണ്ട മീറ്റിംഗ് ആണത്. ആരെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കകത്ത്. അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു ചർച്ച വന്നാലും അതിനാരും എതിരല്ല. അതിൻ്റെ ന്യായതകൾ നോക്കി യുക്തമായ തീരുമാനം, വ്യക്തിസഹമായ തീരുമാനം AICCക്ക് എടുക്കാം. അങ്ങനെയൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് UDFൻ്റെ നേതാവാണ്. കോൺഗ്രസ് KPCCയുടെ പ്രസിഡന്റാണ് KPCC പ്രസിഡന്റ്. അത് തമ്മിലൊരു ബന്ധമൊന്നുമില്ല. അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് കെ സുധാകരൻ മാറുമ്പോൾ സതീശൻ മാറണം ഇല്ല. സതീശൻ മാറുമ്പോൾ കെ സുധാകരൻ മാറണം ഇല്ല. അതാത് രണ്ട് സെപ്പറേറ്റ് ആണ്. കേസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ കേസ് ഒരു മുഖ്യ നേതൃനിരയിൽ നിന്നിട്ട് അതിനെ നയിക്കാനുണ്ടാവും. പക്ഷെ മത്സരിക്കാനുണ്ടാവണം എന്നില്ല. മത്സരം വേറെ, നയിക്കൽ വേറെ. എനിക്ക് താല്പര്യമില്ല. പാർട്ടിയെ നയിക്കാൻ തന്നെയാണ്. പാർട്ടി നമ്മൾ നിർബന്ധിച്ചാൽ ഇപ്പോൾ പാർട്ടിനെ അനുസരിക്കണ്ടേ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. ഏത് എന്തുകൊണ്ട്? ഐക്യമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അതെ, ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ തമ്മിൽ വിശ്വാസക്കുറവൊന്നുമില്ല. മാഡം നമ്മുടെ ഒരു നല്ല ഒരു പ്രവർത്തന നിരതിയായ ഒരു വനിതയാണ്. അവരുടെ പ്രവർത്തനത്തെയെല്ലാം ഞങ്ങൾ ശ്ലാഘിക്കുന്നു. അതേപോലെ അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കും. പുന്നൂരിലെ ഒരു CPM പ്രവർത്തകൻ സലീമിനെ കൊലപ്പെടുത്തിയ കേസിൽ
ആ CPM പ്രവർത്തകർ തന്നെയാണ് സലീമിനെ കൊലപ്പെടുത്തിയത് എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട്. അതെ, അതിനകത്ത് അദ്ദേഹം അതിൻ്റെ തെളിവും പറഞ്ഞിട്ടുണ്ട്. CPM ആണെന്നുള്ള തെളിവുണ്ട്. ഇനി അത് അന്വേഷിക്കണം, പിന്നെ പോലീസ് അന്വേഷിക്കട്ടെ. ഒരു പുനരന്വേഷണം അക്കാര്യത്തിൽ വേണോ? നിശ്ചയമായിട്ടും വേണം. സ്വന്തം ബാപ്പയാണ് പറയുന്നത്. ഒരു മകൻ്റെ മരണത്തെക്കുറിച്ച് പിന്നെ സ്വന്തം ഉപ്പ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ ആക്ഷേപമാണ് അന്വേഷിക്കണം. നിശ്ചയമായി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് നമ്മളൊരു തീരുമാനം എടുക്കും. എനിക്ക് സ്വാഗതമാണ്. എന്തൊക്കെ ഈ വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കല്ല.